ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടുത്ത സീസണിലേക്കുള്ള തങ്ങളുടെ കലണ്ടർ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 1-ാം തീയതിയാണ് ISL ആരംഭിക്കുക. അതിനു മുന്നേ ഡ്യൂറൻഡ് കപ്പ് നടക്കേണ്ടതുണ്ട്. ജൂലൈ 11 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് ഡ്യൂറൻഡ് കപ്പിൻ്റെ ഒരു വിൻഡോ. ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് ക്ലബ്ബുകൾ അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മോഹൻ ബഗാൻ ഇപ്പോൾ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡ്യൂറൻഡ് കപ്പിന് വലിയ ഒരു പ്രയോറിറ്റി അവരിപ്പോൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർക്ക് അവർ കത്തയച്ചിട്ടുണ്ട്. ഡ്യൂറൻഡ് കപ്പിൽ തങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് മോഹൻ ബഗാൻ ഉള്ളത്. മാത്രമല്ല ഒരു മധ്യനിര വിദേശ താരത്തെ അവർ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഡ്യൂറൻഡ് കപ്പിന് മുന്നേ. അതിനുശേഷമാണ് ബാക്കിയുള്ള സൈനിങ്ങുകൾ ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും സീനിയർ ടീമിനെ തന്നെ ഡ്യൂറൻഡ് കപ്പിൽ അവർ ഇറക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ മറ്റൊരു റിക്വസ്റ്റ് കൂടി അവർ നൽകിയിട്ടുണ്ട്. അതായത് വിദേശ താരങ്ങളുടെ എണ്ണം കുറക്കണം, കളിപ്പിക്കാൻ അനുമതിയുള്ള വിദേശ താരങ്ങളുടെ എണ്ണം കുറക്കണം. അങ്ങനെ കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു വേദിയാക്കി ഡ്യൂറൻഡ് കപ്പിനെ മാറ്റണം എന്നുള്ള ഒരു റിക്വസ്റ്റ് അവർ നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട്. അത് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ക്ലബ്ബുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഫെഡറേഷനോട് ഒരു റിക്വസ്റ്റ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതായത് പ്രീമിയർ ലീഗ് മാതൃകയിൽ അടുത്ത 2 സീസണുകൾ നടപ്പിലാക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നായിരുന്നു എല്ലാ ക്ലബ്ബുകളും ചേർന്നുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ നിന്നും മാറി നിന്ന ഏക ക്ലബ്ബ് അത് ഈസ്റ്റ് ബംഗാളാണ്. അതായത് ഈസ്റ്റ് ബംഗാൾ കൂട്ടത്തിൽ കൂടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ബാക്കിയുള്ള ക്ലബ്ബുകളാണ് ഈ റിക്വസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാളിന് ഇതിനോട് താല്പര്യമില്ല. ഈ പ്രീമിയർ ലീഗ് മോഡലിൽ ISL നടത്തുന്നതിനോട് ഈസ്റ്റ് ബംഗാളിന് താല്പര്യമില്ല. അവർ ഫെഡറേഷന്റെ ഭാഗത്താണ്. അതിൽ അത്ഭുതമൊന്നുമില്ല. കല്യാൺ ചൗബയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈസ്റ്റ് ബംഗാൾ. അവർ ഫെഡറേഷനൊപ്പമാണ് നിലനിൽക്കുന്നത്. ബാക്കിയുള്ള ക്ലബ്ബുകളാണ് ഈ ഒരു റിക്വസ്റ്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് പുതിയതായി കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.